ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ മസ്താനിയും പ്രവീണും കൂടിയിരുന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുകയാണ്. എന്താണ്? അക്ബറിനെയും അപ്പാനെയും തമ്മിലടുപ്പിക്കണം, അവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കണം. പക്ഷെ അതൊരു കാരണവശാലും ഡയറക്റ്റായിട്ട് ചെയ്യരുത്, ഇൻഡയറക്റ്റായിട്ട് വേണം അവർക്ക് പണി കൊടുക്കാൻ. അപ്പാനിയും ശരത്തും രണ്ട് സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ്. അവരെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ അവരുടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ്നെസ് കൂടുകയാണ്. അത് നമുക്ക് തന്നെ പണിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാളെയും രണ്ട് വഴിക്കാക്കണം, രണ്ടുപേരെയും തമ്മിലടുപ്പിക്കണം. അപ്പാനിയുടെ കോൺഫിഡൻസ് തകർക്കണം എന്ന് പ്രവീൺ പറയുമ്പോൾ മസ്താനി പറയുന്നുണ്ട്, അപ്പാനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇല്ലടാ എന്ന് പറയുമ്പോൾ പുറത്ത് അപ്പാനി നെഗറ്റീവ് ആവാനുള്ള പ്രധാന കാരണം അക്ബറാണ് എന്നുള്ളത് നമ്മൾ ഓരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്തും അപ്പാനിയോട് പറയണം. ഓരോ ടാസ്ക് വരുമ്പോഴും അപ്പാനി അക്ബറിൻ്റെ നിഴലാണ്, ഷാഡോയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അപ്പാനിയുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഈഗോ ഉണ്ടാകും. താൻ അക്ബറിൻ്റെ നിഴലായിട്ടാണോ ഷാഡോ ആയിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ വരും. അക്ബർ ഗെയിം വൈസ് ഓക്കെയാണ്, പക്ഷേ അക്ബറിൻ്റെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ അപ്പാനി ശരത്താണ്. അപ്പോൾ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് ചെയ്യേണ്ടത്. ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് തകർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പാനി ശരത്തിനെയും അക്ബറിനെയും രണ്ട് വഴിക്കാക്കണം. അത് ഡയറക്റ്റ്ലി അവരോട് ഈ കാര്യങ്ങൾ പോയി പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒന്നും തന്നെ നടക്കില്ല. ഇൻഡയറക്റ്റായിട്ട് വേണം രണ്ടുപേർക്കും പണി കൊടുക്കാൻ എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അപ്പാനി ശരത്തും അക്ബറും കഴിഞ്ഞ ദിവസം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, വന്നു കയറിയ വൈൽഡ് കാർഡുകൾ നമ്മളെ രണ്ടുപേരെയും തകർക്കാനായിട്ട്, അതായത് നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിനുള്ളിൽ ആ ഒരു വിള്ളലുണ്ടാക്കാനും നമ്മളെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിലൊരു കാരണവശാലും നമ്മൾ ചെന്ന് വീണ് കൊടുക്കരുത്. ഗെയിം വരുന്ന സമയത്തും അല്ലെങ്കിൽ ടാസ്കുകൾ വരുന്ന സമയത്തും നമ്മൾ നമ്മളുടെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് കളിക്കണം. പക്ഷേ നമുക്കിടയിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇതിൽ യാതൊരു കാരണവശാലും ആരെയും കൈ കടത്താൻ സമ്മതിക്കരുത്. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മുറിഞ്ഞു പോകരുത് എന്നുള്ളൊരു കാര്യം അവർ മുൻപ് തന്നെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മസ്താനിയുടെ തലയിൽ ഉദിച്ച ഈ ഒരു ഐഡിയ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി നമ്മൾ കൂടി ചേരുന്നതായിരിക്കും.